നാട്ടിലാണെങ്കിൽ വിവാഹ നിശ്ചയം മുടക്കാൻ അനന്തപുരിയുടെ പടി കയറി നമ്മുടെ നന്ദു. അങ്ങനെയാണെങ്കിൽ നന്ദുവിനോട് ഒരുപാട് സഹായം ചോദിക്കുന്നുണ്ട് നമ്മളനി. എങ്ങനെ ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് കഴിയും, സാധിക്കും, നീ ഒരു ഐഡിയ പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നന്ദു ആണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്. എന്ത് പറയണം, എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണമെന്നൊന്നും നന്ദുവിനറിയാത്തത് കൊണ്ട് തന്നെ നന്ദു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമെങ്കിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ ഒരു എര കുത്തിയിട്ട് നോക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ വേണുവും അനാമികയും അതിൽ കൊത്തുകയാണ്. അതായത് ഒരുപാട് പൈസ കിട്ടും, ഇപ്പോൾ വിവാഹ നിശ്ചയം നടന്ന ഒരു പൈസ പോലും കിട്ടില്ല, നിങ്ങൾ എതിർക്കണമെന്നൊക്കെ നന്ദു തൻ്റെ കൂട്ടുകാരി ഉപയോഗിച്ച് മാധ്യമമാക്കി പറയുമ്പോൾ അവർ പോലീസ് സ്റ്റേഷൻ തേടി എത്തുകയാണ് പ്രേക്ഷകരെ. തൻ്റെ മുൻ ഭർത്താവിനെതിരെ പരാതിയുണ്ടെന്നും അവൻ്റെ വിവാഹ നിശ്ചയം മുടക്കണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നന്ദുവിന് അനാമിക പരാതി കൊടുക്കുമ്പോൾ അനാമികയാണെങ്കിൽ ഇത് കിട്ടിയ അവസരമാണ്, പറ്റിയ അവസരമാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അതാ അനിയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൻ്റെ ആ വേളയിൽ തന്നെ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് നന്ദുവിന് സാധിക്കുന്നു. അവന്തികയുടെ സ്വപ്നങ്ങൾക്ക് മേലെ ചിറകു വീശിയാടുന്ന നന്ദുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. തെറ്റുകുറ്റങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാനായിട്ടും ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.